താരസംഘടനയായ അമ്മയുടെ തലപ്പത്തേക്ക് വനിതകളെത്തിയ ചരിത്ര നിമിഷം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അമ്മയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി ശ്വേതാ മേനോൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ആകെ പോൾ ചെയ്ത 298-ൽ 159 വോട്ടുകൾ ശ്വേതയ്ക്ക് ലഭിച്ചു. രവീന്ദ്രനെ തോൽപ്പിച്ച് കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറിയായി. ലക്ഷ്മിപ്രിയ, ജയൻ ചേർത്തല എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാർ. ഉണ്ണീസ് ശിവപാലാണ് പുതിയ ട്രഷറർ. സരയു, ആശാ രവിന്ദ്, നീന കുറുപ്പ്, അഞ്ജലി നായർ എന്നിവർ എക്സിക്യൂട്ടീവ് അംഗങ്ങളായും തെരഞ്ഞെടുക്കപ്പെട്ടു. അധ്യക്ഷയായതിൽ സന്തോഷമെന്ന് ശ്വേതാ മേനോൻ പ്രതികരിച്ചു. താങ്ക് യു. ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയാണ്. സ്പെഷ്യലി ഒരു വർഷത്തിൽ 2 ജനറൽ ബോഡി നടത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ചിലവാണ്. പക്ഷേ ഐ തിങ്ക് 298 മെമ്പേഴ്സ് വന്നിട്ട് ഇവിടെ വോട്ട് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മളെല്ലാവരും നമ്മുടെ ഫുൾ ടീമായിട്ട് ഞാൻ പറയാണ് താങ്ക് യു സോ മച്ച്. മീഡിയ, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ആൻഡ് രാവിലെ തൊട്ട് നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യാണ്. ആദ്യമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഒരു ഡ്യൂട്ടിയിൽ കയറുന്നേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ഐ ആം റെഡി ടു ആൻസർ. പക്ഷേ പ്ലീസ് ഡോണ്ട് മേക്ക് ഇറ്റ് ഒരു കോൺട്രവേഴ്ഷ്യൽ. ബിക്കോസ് നമ്മൾ ഒരു നല്ല കാര്യത്തിന് നിങ്ങളെല്ലാവരും ഇതുവരെയ്ക്കും അമ്മ ഒരു സ്ത്രീ ആവണം എന്ന് പറഞ്ഞു, ഇതാ ഒരു സ്ത്രീ ആയി. ഇനി നിങ്ങൾ നമ്മുടെ മെമ്പേഴ്സിനെ പോലെ എന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ടീമിനെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ എല്ലാം ഇതിൽ സത്യം പറഞ്ഞാൽ സിനിമയിൽ സ്ത്രീയോ പുരുഷൻ എന്ന് പറഞ്ഞ ഒരു സാധനം ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ക്യാരക്ടേഴ്സാണ്. ഒരു ആക്ഷൻ, ഒരു കട്ടിൻ്റെ ഇടയിലുള്ള ഒരു ജീവിതമാണ് നമ്മൾ എപ്പോഴും നയിക്കുന്നത്. സോ ഐ ജസ്റ്റ് വോണ്ട് ടു സേ താങ്ക് യു അഗൈൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ആൻഡ് ടു മൈ ടീം, come on guys, hip hip, hip hip. We did it guys, we did it. Thank you so much. Thank you. വിശദാംശങ്ങൾ നൽകാൻ ലിഡിയ ജേക്കബ്. ലിഡിയ, ആകെ പോൾ ചെയ്ത 298 വോട്ടുകളിൽ 159 വോട്ടുകൾ ശ്വേതാ മേനോൻ നേടുമ്പോൾ 139 വോട്ടുകൾ ദേവൻ സ്വന്തമാക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വാശിയേറിയ പോരാട്ടം. 20 വോട്ടുകളുടെ മാത്രം വ്യത്യാസത്തിനാണ്, 20 വോട്ടുകളുടെ മാത്രം ഭൂരിപക്ഷത്തിനാണ് ഇപ്പോൾ ശ്വേതാ മേനോൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അങ്ങേയറ്റം വാശിയേറിയ പോരാട്ടത്തിനൊടുക്കം ശ്വേതാ മേനോൻ ഈ അമ്മയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്ന മുഹൂർത്തത്തെ എങ്ങനെ വിലയിരുത്തണം ലിഡിയ? സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ വാശിയേറിയ പോരാട്ടം തന്നെയായിരുന്നു ശ്വേതാ മേനോനും ദേവനും തമ്മിലുണ്ടായിരുന്നത്. അങ്ങേയറ്റം വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ തന്നെയാണ് ഇപ്പോൾ ശ്വേതാ മേനോൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത്. 31 വർഷത്തെ അമ്മയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ അത്രയും പ്രധാനപ്പെട്ട ഒരു നിമിഷം തന്നെയാണ് അല്പം മുമ്പ് കഴിഞ്ഞത്. അതായത് അമ്മയുടെ 3 പ്രധാനപ്പെട്ട പോസ്റ്റുകളിലേക്ക്, പ്രസിഡന്റ്, സെക്രട്ടറി, ഒപ്പം വൈസ് പ്രസിഡന്റ് പോസ്റ്റുകളിലേക്ക് ഒരു വനിതകൾ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും ലക്ഷ്മിപ്രിയ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 31 വർഷത്തെ അമ്മയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും നിർണായകമായിട്ടുള്ള നിമിഷമാണ് കഴിഞ്ഞത്. കാരണം നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടക്കം വന്ന് വലിയ രീതിയിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും വിവാദങ്ങളും അടക്കം കൊടുമ്പിരി കൊണ്ട് വലിയ രീതിയിൽ അമ്മ ഞെരുക്കത്തിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു വർഷം മുഴുവനും അമ്മ ആ ഒരു സാഹചര്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം വരുന്ന ഈ ഭരണസമിതി എന്ന് പറയുന്നത് അത് സ്ത്രീകൾ നയിക്കുന്ന ഭരണസമിതി ആവുകയാണ്. പലയിടങ്ങളിൽ നിന്നും പല കോണുകളിൽ നിന്നും വലിയ ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അമ്മയ്ക്ക് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നേരിടേണ്ടി വരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അമ്മ ഒരു ആൺ മേധാവിത്വമുള്ള ഒരു സംഘടനയാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ വരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വലിയ ആരോപണങ്ങൾ നേരിട്ടിരുന്നു. പക്ഷേ അതിനെല്ലാം ഒരു ഉത്തരമായി, അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ 3 വനിതകൾ, ഏറ്റവും കീ പോസ്റ്റുകളിലേക്ക് 3 വനിതകൾ വരുന്നത്. ശ്വേതാ മേനോൻ, കുക്കു പരമേശ്വരൻ, ഒപ്പം ലക്ഷ്മിപ്രിയ എന്നിവർ കീ പോസ്റ്റുകളിലേക്ക് 159 വോട്ട് നേടിയാണ് ശ്വേതാ മേനോൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ദേവന് 139 വോട്ടാണ്. വെറും 20 വോട്ടിന്റെ വ്യത്യാസത്തിലാണ്. എങ്കിൽ പോലും വലിയൊരു വിജയമായി, പോരാട്ടത്തിന്റെ വിജയമായി തന്നെ ശ്വേതയുടെ വിജയം കണക്കാക്കേണ്ടി വരും. ലക്ഷ്മിപ്രിയയ്ക്കും ഇതുപോലെ തന്നെയാണ്. 139 വോട്ടാണ് ലക്ഷ്മിപ്രിയയ്ക്ക് ലഭിച്ചത്. മാത്രമല്ല കുക്കു പരമേശ്വരന് 172 വോട്ടുകൾ ലഭിച്ചു. അത്തരത്തിൽ
വാശിയേറിയ പോരാട്ടം, എല്ലാ പോസ്റ്റുകളിലേക്കും വാശിയേറിയ പോരാട്ടത്തിനൊടുവിലാണ് ഇത്തരത്തിൽ 3 വനിതകൾ അമ്മയുടെ നേതൃസ്ഥാനങ്ങളിലേക്ക് എത്തുന്നത്. അല്പം മുമ്പ് സംസാരിച്ച വനിതകളെല്ലാം സൂചിപ്പിച്ചത് അത്തരത്തിൽ തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവർ സൂചിപ്പിച്ചത്. വനിതകൾ എത്തുന്നത് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ വനിതകൾ എത്തുന്നതിനെ അത്രയും അധികം സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അല്പം മുമ്പ് മാലാ പാർവതി സംസാരിച്ചപ്പോഴൊക്കെ പറഞ്ഞതാണ്, അമ്മയ്ക്ക് ഇത്രയും വലിയ ആരോപണങ്ങൾ നേരിടേണ്ടി വന്നു, ഇനി ഈ സ്ത്രീകൾ നയിക്കുന്ന സംഘടന അവരുടെ ഭാഗം കൂടി കേട്ട് അവർക്ക് വേണ്ടിയുള്ള സംഘടന കൂടിയായി മാറും എന്നുള്ളതാണ് അല്പം മുമ്പ് മാലാ പാർവതി അടക്കം പ്രിയങ്ക അടക്കം പറഞ്ഞത്. അതാണ് സ്ത്രീകൾ വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള മാറ്റം അമ്മ എന്ന സംഘടനയിൽ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. മറ്റുള്ള ആളുകളും മുൻ ഭരണസമിതിയിലെ ആളുകളും ഏറ്റവും സ്നേഹത്തോടെ തന്നെ ഇതിനെ സ്വാഗതം ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അല്പം മുമ്പ് സംസാരിച്ച എല്ലാവരും തന്നെ അത് പറഞ്ഞതാണ്. ഇപ്പോഴുള്ള വിവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ മാറ്റി നിർത്തി അമ്മയെ നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാകും എന്നാണ് ശ്വേതാ മേനോൻ അല്പം മുമ്പ് പറഞ്ഞപ്പോൾ പ്രതികരിച്ചപ്പോൾ സംസാരിച്ചത്. അത്തരത്തിൽ വലിയ പ്രതീക്ഷയിൽ സ്ത്രീകൾ എത്തുന്നതിൽ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് അമ്മയിലെ എല്ലാ അംഗങ്ങളും ഉള്ളത്. അമ്മയ്ക്ക് ഒരു വലിയ മാറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് എല്ലാ അംഗങ്ങളും പ്രതീക്ഷിക്കുന്നത്.